അതായത് ഈ രക്ഷാദൌത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരിലേക്ക് ഇപ്പോൾ നമുക്ക് എത്താൻ കഴിയുന്നുണ്ട്. 8 മൃതദേഹങ്ങൾ കണ്ടെടുത്തു എന്ന അനൌദ്യോഗികമായ സ്ഥിരീകരിക്കാത്ത സൂചനകളുണ്ട്. പക്ഷേ രക്ഷാപ്രവർത്തകർ ഇപ്പോൾ നൽകിയ വിവരമാണ്. അത് വൈകാതെ തന്നെ സ്ഥിരീകരിക്കും എന്നതാണ്. മരണസംഖ്യ ഉയർന്നേക്കാം എന്ന വിവരവും ഏറെക്കുറെ ശരിയാണ്. കാരണം ദുരന്തമുഖം എന്ന് പറയുന്നത് അത്ര വലിയൊരു ഒരു പ്രശ്നമായി ഇത് മാറിക്കൊണ്ടിരിക്കുന്നു എന്നത് വാസ്തവമാണ്. ചൂരൽമലയിലുണ്ടായ ഈ ഉരുൾപൊട്ടൽ അത് രാത്രി 1:30 പുലർച്ചെ 4:30 അല്പസമയം മുൻപ് അങ്ങനെ 3 തവണ ഉരുൾപൊട്ടി. ഈ ഉരുൾപൊട്ടലിൽ കുടുങ്ങിക്കിടക്കുന്ന നിരവധി ആളുകളുണ്ട്. അതിൽ 8 പേർ മരിച്ചു എന്ന വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. 8 മൃതദേഹങ്ങൾ ഇപ്പോൾ കണ്ടെടുത്തു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. 16 പേർ ഇപ്പോൾ മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ രക്ഷാപ്രവർത്തനം വളരെ കാര്യക്ഷമമായി ഇപ്പോൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നാട്ടുകാരാണ് ആദ്യം ഈ പ്രദേശത്ത് കുടുങ്ങിക്കിടക്കുന്നവരുടെ ശബ്ദ സന്ദേശങ്ങൾ, വാട്സപ്പ് സന്ദേശങ്ങൾ അടക്കം കൂടുതൽ പേരിലേക്ക് എത്തിച്ചുകൊണ്ടാണ് നാട്ടുകാർ തന്നെ രക്ഷാപ്രവർത്തനത്തിന് തുടക്കത്തിൽ മുൻകൈ എടുക്കുന്നു. വളരെ വേഗം ഈ വിവരം ജില്ലാ ഭരണകൂടം, ജില്ലാ പ്രസിഡന്റ്, സ്ഥലം MLA അടക്കമുള്ളവരിലേക്ക് എത്തുന്നു. അവരും നേരിട്ട് രാത്രി തന്നെ ജില്ലാ കളക്ടർ അടക്കമുള്ളവർ അവിടെ എത്തി നേരിട്ട് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നുണ്ട്. ഒരു വലിയ സംഘം ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി അർദ്ധരാത്രിയിൽ. പക്ഷേ വൈദ്യുതി ബന്ധമില്ലാത്തത് വലിയ തോതിലുള്ള രക്ഷാപ്രവർത്തനത്തിന്റെ ഒരു വേഗത കൂട്ടാൻ കഴിഞ്ഞില്ല. എങ്കിൽ പോലും പുലർച്ചയോടുകൂടി ഇതിപ്പോൾ സുഗമമായിട്ടുണ്ട്. ആദ്യത്തെ മണിക്കൂറുകളിൽ രക്ഷാപ്രവർത്തനം ഇപ്പോൾ വളരെ സുഗമമായി നീങ്ങുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അനൂപ്, ഏറ്റവും കൃത്യമായി പറയുകയാണെങ്കിൽ ഏതൊക്കെ മേഖലകളിൽ ഇപ്പോൾ കനത്ത നാശനഷ്ടം ഈ ഉരുൾപൊട്ടൽ വിതച്ചിരിക്കുന്നു? നോക്കൂ, ഇപ്പോഴും ഈ മുണ്ടക്കയിൽ ഭാഗത്തു നിന്ന് കൂടുതൽ പരിക്കേറ്റവരെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. വിവിധ ആംബുലൻസുകളും മറ്റും ചെറിയ ആംബുലൻസുകൾ മാത്രമാണ് അവിടേക്ക് പോകാൻ സാധിക്കുന്നത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ചൂരൽമല സ്കൂളിന് സമീപത്ത് വലിയ മലവെള്ളപ്പാച്ചിൽ ഉരുൾപൊട്ടൽ വെള്ളം ഒലിച്ചു വന്ന സ്ഥലത്തിന് സമീപത്തെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇവിടെ നമുക്കറിയാം, ഈ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് ഈ കൂടുതൽ രക്ഷാപ്രവർത്തകർ ഈ സ്ഥലത്തേക്ക് എത്തുകയും അവർ മുകളിലേക്ക് പോകാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ജില്ലാ ഭരണകൂടം ഔദ്യോഗികമായി 4 മരണങ്ങൾ സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ ഒരു കുട്ടി ഉൾപ്പെടുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം ജില്ലാ ഭരണകൂടം സ്ഥിരീകരിക്കുന്നു. ആ വിവരമാണ് നമുക്കിപ്പോൾ ഏറ്റവും പ്രധാനമായി ഇവിടെ നിന്ന് കൈമാറാനുള്ളത്. ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ ഈ ചൂരൽ മലയിൽ വലിയ തോതിൽ മണ്ണിടിഞ്ഞും മരങ്ങൾ വീണും കല്ലുകൾ ഉൾപ്പെടെ വന്നും വീണും ഗതാഗതം സ്തംഭിച്ച ഈ പാത ഗതാഗതം പുനഃസ്ഥാപിക്കാൻ അല്ലെങ്കിൽ ആംബുലൻസുകൾക്കും മറ്റും കടന്നു പോകാനുള്ള സൗകര്യം JCB ഉപയോഗിച്ചും മറ്റും രക്ഷാപ്രവർത്തകർ നടത്തുന്നതാണ്. പല മാർഗങ്ങളിൽ, പല വഴികളിലൂടെ ആളുകൾ മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. 4 മരണം ഇപ്പോൾ ജില്ലാ ഭരണകൂടം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിലൊന്ന് 1 വയസ്സുള്ള ഒരു കുഞ്ഞാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും ആ രീതിയിലാണ് ഇപ്പോൾ ഒരു ഔദ്യോഗികം എന്ന് പറയാവുന്ന ഒരു വിവരം ഇപ്പോൾ നമുക്ക് ജില്ലാ ഭരണകൂടത്തിൽ നിന്ന് ലഭിക്കുന്നത്. എന്നാൽ മരണസംഖ്യ ഉയരാനുള്ള ഒരു സാഹചര്യം ഉണ്ട്. നമുക്കറിയാം, ചൂരൽമലയിൽ നിന്ന് മാത്രമാണ് ഇപ്പോൾ ഇക്കാര്യങ്ങൾ കൂടുതൽ ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ സാധിക്കുന്നത്. എന്നാൽ മുണ്ടക്കയിൽ നിന്ന്, മുകൾ ഭാഗത്തു നിന്ന് അവിടുത്തെ സാഹചര്യങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ഔദ്യോഗിക വിശദീകരണത്തിന് ഇനിയും വൈകും. അത്തരത്തിലുള്ള ഒരു സാഹചര്യം വൈകും. ഏതായാലും ഇപ്പോൾ കൂടുതൽ പേരെ ആംബുലൻസുകളിൽ കയറ്റി ആശുപത്രികളിലേക്ക് എത്തിക്കുകയാണ്. മേപ്പാടിയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിലേക്കും അതോടൊപ്പം കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും ആവശ്യമായ വിദഗ്ധ ചികിത്സ. ചൂരൽമല GVHSS ഒപ്പം തന്നെ ചൂരൽമല പട്ടണം, ആ ഒരു പ്രദേശമൊക്കെയും പൂർണ്ണമായും ഒലിച്ചുപോയി എന്ന വാർത്തയുടെ നിജസ്ഥിതി എന്താണ്? പൂർണ്ണമായും ഒലിച്ചു പോയി എന്നുള്ളതല്ല. ഈ പ്രദേശത്ത് നമുക്ക് നേരത്തെ കണ്ട ദൃശ്യങ്ങളിൽ മനസ്സിലാവും, മുകൾ ഭാഗത്തു നിന്നുള്ള ഒരു മലവെള്ളപ്പാച്ചിൽ അതിശക്തമായി ഏതാണ്ട് ഒരു മൃതശരീരം കൊണ്ടുപോകുന്നു പ്രദേശത്ത് നിന്ന്. വളരെ സങ്കടകരവും ദയനീയവുമായ ഒരു കാഴ്ച മുണ്ടക്കയിൽ. അനൂപ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. കൂടുതൽ മൃതദേഹങ്ങൾ ഇപ്പോൾ കണ്ടെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ, അതീവ സങ്കടകരമായ ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ നേരം പുലർന്നതിന് ശേഷമുള്ള രക്ഷാപ്രവർത്തനത്തിലാണ് ഈ മരണസംഖ്യ അടക്കമുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ മൃതദേഹം കണ്ടെടുക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നത്. ഇപ്പോൾ 4 മരണം ജില്ലാ ഭരണകൂടം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു മൃതദേഹം രക്ഷാപ്രവർത്തകർ കണ്ടെടുത്തിട്ടുണ്ട്. 8 മൃതദേഹങ്ങൾ കണ്ടെടുത്തു എന്നതാണ് ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായുള്ളവർ നേരത്തെ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. സ്വാഭാവികമായിട്ടും
അത്ര വലിയൊരു ദുരന്തം. 3 തവണയുണ്ടായ ഉരുൾപൊട്ടൽ, ഒരു സ്കൂളിന്റെ ഭാഗങ്ങൾ ഒലിച്ചു പോയിരിക്കുന്ന ഒരു സാഹചര്യം, അവിടെ നിന്നും എത്രത്തോളം മൃതദേഹങ്ങൾ ഇപ്പോൾ കണ്ടെടുക്കുന്നു എന്ന കാര്യത്തിൽ ജില്ലാ ഭരണകൂടത്തിന്റെ സ്ഥിരീകരണം അനുസരിച്ച് 4 അതിൽ 1 വയസ്സുള്ള ഒരു കുഞ്ഞും ഉൾപ്പെടുന്നു എന്ന വളരെ സങ്കടകരമായ വാർത്തകൾ ഇപ്പോൾ വയനാട്ടിൽ നിന്നും വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും രാത്രിയിൽ ഇടമുറിയാതെ പെയ്ത മഴ വലിയ തോതിൽ അപകടം വിതച്ചിട്ടുണ്ട്. വൈദ്യുത ബന്ധം പൂർണ്ണമായും പോയത് ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ആദ്യ ഘട്ടത്തിൽ മണിക്കൂറുകളിൽ നേരിയ തോതിലുള്ള തടസ്സം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഊർജിതമായ രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോകുന്നുണ്ട്. എയർലിഫ്റ്റിംഗ് അടക്കമുള്ള സഹായങ്ങൾ അടിയന്തരമായി അവിടെ എത്തിക്കേണ്ടതുണ്ട്. കാരണം പലരും വീടിന്റെ മുകൾ നിലയിൽ ഉൾപ്പെടെ കുടുങ്ങിക്കിടക്കുന്നതുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ കൈരളി ന്യൂസിലേക്ക് വിളിച്ച് പ്രേക്ഷകർ കൈമാറിയിട്ടുണ്ടായിരുന്നു. പല വീടുകളുടെയും പരിസരത്ത് നിരവധി പേർ ഇപ്പോൾ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് മുകൾ നിലയിലടക്കം കുടുങ്ങിക്കിടക്കുന്നു. പക്ഷേ അത് സുരക്ഷിതമായ ഒരു രീതിയല്ല, സുരക്ഷിതമായ ഒരു സ്ഥാനത്തല്ല. അവർ വളരെ ഏറ്റവും അടുത്ത നിമിഷത്തിൽ തന്നെ രക്ഷാപ്രവർത്തനം അവിടെ എത്തും എന്ന പ്രതീക്ഷയോടുകൂടി നിൽക്കുന്നവരാണ്. സ്വാഭാവികമായിട്ടും ആ നിലയ്ക്കുള്ള രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോകുന്നുണ്ട്. ഓരോ ആളുകളെയും പരമാവധി ജീവനോടെ തന്നെ അവിടെ നിന്ന് രക്ഷിക്കുക എന്നത് ഒരു വലിയ ദൗത്യമായി ഇപ്പോൾ ഏറ്റെടുത്തിട്ടുണ്ട്. രാത്രി വൈകി തന്നെ അവിടെ രക്ഷാപ്രവർത്തനം നാട്ടുകാരുടെ നേതൃത്വത്തിൽ, ഒപ്പം തന്നെ സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ, ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ഒക്കെയും അവിടെ നടക്കുന്നുണ്ട്. ജില്ലാ ഭരണകൂടം ഊർജ്ജസ്വലമായി തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് നേരത്തെ അനൂപ് വ്യക്തമാക്കിയത്. എന്തായാലും 8 മൃതദേഹങ്ങൾ കണ്ടെടുത്തു എന്നത് ഏറെക്കുറെ നമുക്ക് സ്ഥിരീകരിക്കാവുന്ന ഒരു സാഹചര്യമാണ്. 5 മന്ത്രിമാർ ഇപ്പോൾ സംഭവ സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. പുലർച്ചെ 4:30 ഈ ഒരു ഏകോപനം സർക്കാർ തലത്തിൽ ഉണ്ടായത്. മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടാകുന്നു. മന്ത്രിമാരായ AK ശശീന്ദ്രനും കടന്നപ്പള്ളി രാമചന്ദ്രനും സംഭവ സ്ഥലത്തേക്ക് തിരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 3 മന്ത്രിമാർ കെ രാജൻ, മുഹമ്മദ് റിയാസ്, OR കേളു എന്നിവർ അല്പസമയത്തിനകം വിമാനമാർഗം അടക്കം ഇപ്പോൾ തേടുന്നുണ്ട്. കാരണം റോഡ് മാർഗം വളരെ പെട്ടെന്ന് അവിടെ എത്തുക എന്നുള്ളത് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ മറ്റ് സാധ്യതകൾ ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്. എന്തായാലും മന്ത്രിതലത്തിൽ ഏകോപനം പ്രദേശത്ത് എത്തിക്കൊണ്ട് ഇപ്പോൾ സാധ്യമാക്കുക എന്നതാണ്. അപ്പോൾ തന്നെ ദുരന്തത്തിന്റെ ഒരു വ്യാപ്തി, ഒരു ആഴം അത് എത്രത്തോളം ഉണ്ട് എന്നത് മനസ്സിലാക്കും.